അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക്, ഒരാശയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല പഠനങ്ങളോ അല്ലെങ്കിൽ ഗവേഷണങ്ങളോ സർക്കാർ നടത്തിയിട്ടുണ്ടോ? പഠിച്ചോ, ഗവേഷണം നടത്തിയോ, ചർച്ച നടത്തിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ. മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള ആഭാസം എന്ന എന്ത് ഗവേഷണത്തിന്റെയും ചർച്ചയുടെയും ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ആഭാസം നടത്താനുള്ള വേദി എന്ന് എന്തു ചർച്ചയും ഗവേഷണവും നടത്തിയിട്ടാണ് ഈ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്? അത്തരം ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടോ? സൂംബ ഡാൻസ് എന്ന ഈ പുതിയ പരിഷ്കാരം അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് സമസ്ത ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം രേഖപ്പെടുത്തുകയോ മറ്റ് പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്ന് അതിൻ്റെ ധാർമ്മിക വശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥിനികളെ ബാധിക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ ഈ ഒരു തീരുമാനം വരുന്നത് എത്രമാത്രം ജനാധിപത്യപരമായിട്ടാണ്, എത്രത്തോളം ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഒരു പരിണിത ഫലമായിട്ടാണ് എന്ന ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സൂംബ ഡാൻസ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള 2025 മെയ് 15 ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുള്ളൊരു വാർത്ത, ആ വാർത്തയെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാൻ കഴിയും. സൂംബ ഡാൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ പോവുകയാണ്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം ആരംഭിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഴുവൻ കുട്ടികളെയും സൂംബ ഡാൻസ് ചെയ്യിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് സൂംബ കുട്ടികളെ പരിശീലിപ്പിക്കാനും എല്ലാ ദിവസവും അത് ചെയ്യാനുമുള്ള സംവിധാനം സ്കൂളിൽ ഒരുക്കാനും നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ആ യോഗത്തിൽ വെച്ച് തന്നെ നിർദ്ദേശം അംഗീകരിച്ചു. 1,60,000 അധ്യാപകർ ഇതിൻ്റെ പരിശീലകരായി മാറും. സ്കൂൾ തുറന്നാലുടൻ മുഴുവൻ വിദ്യാർത്ഥികളെയും സൂംബ ഡാൻസ് ചെയ്യിപ്പിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയുടെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ ഉയർന്നു വരുന്ന, സ്വാഭാവികമായി ഒരു പുതിയ സംവിധാനം പരിചയപ്പെടുത്തപ്പെടുമ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് സൂംബ ഡാൻസ് എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ടുവരിക എന്ന ആശയത്തിലേക്ക് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എത്തിയത് എങ്ങനെയാണ്? ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ പഠനങ്ങളുടെയോ അല്ലെങ്കിൽ ഗവേഷണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണോ? അദ്ദേഹം ആ വിഷയം പറയുന്ന ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, കൃത്യമായി അതിൻ്റെ പേര് പോലും, ഈ സൂംബ ഡാൻസ് എന്ന പേര് പോലും അദ്ദേഹത്തിന് പറയാൻ ആ യോഗത്തിൽ സാധ്യമായിട്ടില്ല എന്ന ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക്, ഒരാശയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല പഠനങ്ങളോ അല്ലെങ്കിൽ ഗവേഷണങ്ങളോ സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഇതൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി സ്വാഭാവികമായി ഇതിൻ്റെ മുന്നോടിയായി പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകൾ നടന്നിരുന്നു, ജനകീയ സദസ്സുകൾ നടന്നിരുന്നു. സ്കൂൾ തലങ്ങളിലും ഈ കാര്യങ്ങളാണ്, അതായത് മതപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുൻപ് അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള നീക്കം എന്നതിനെ പറ്റി സംസാരിക്കാമെന്നാണ് അങ്ങ് പറയുന്നത്. ഇതിന് മുൻപുണ്ടായ പ്രതികരണങ്ങൾ, അത് സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണങ്ങൾ, നാസർ ഫൈസി കൂടത്തായുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായ പ്രതികരണങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന്, അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായ പ്രതികരണങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതാണ്. ഒരു ചർച്ചയ്ക്ക് നേരിട്ട് വരുന്ന സമയത്ത് ഇപ്പം മൈക്കിനെ അഭിമുഖീകരിച്ച് എന്തെങ്കിലും പറയുന്നത് പോലെ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അങ്ങ് ഈ ജനാധിപത്യപരമായ സമീപനം എന്ന നിലയ്ക്ക് അതിനെ ഒന്ന് ലഘൂകരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെന്നാൽ പോലും മുഖ്യമന്ത്രിക്ക്
ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൂടെ എന്നൊരു ആശയം മുന്നോട്ട് വെക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് പാഠ്യവിഷയത്തിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് ലഹരി വിരുദ്ധ പ്രചാരണങ്ങളുടെ ഭാഗമായി ലഘുവ്യായാമം, അതിനൊപ്പം വേണമെങ്കിൽ സൂംബ എന്ന നിലയ്ക്ക് അതൊന്ന് പരിശീലിക്കാം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അത് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പഠിച്ചോ, ഗവേഷണം നടത്തിയോ, ചർച്ച നടത്തിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ടല്ലോ. മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള ആഭാസം എന്ന എന്ത് ഗവേഷണത്തിന്റെയും ചർച്ചയുടെയും ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമായിട്ടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ആഭാസം നടത്താനുള്ള വേദി എന്ന് എന്തു ചർച്ചയും ഗവേഷണവും നടത്തിയിട്ടാണ് ഈ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്? അത്തരം ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക ഉയർന്നു വരാനുള്ള കാരണം സ്വാഭാവികമായി ഈ സൂംബ ഡാൻസ് ഒരു വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഭാഗമായി, ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഡാൻസാണ്. അതോടൊപ്പം ഇത് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലേക്ക് അയച്ചിട്ടുള്ള വീഡിയോകളിൽ, അതുപോലെ തന്നെ ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രത്തിൽ ഒക്കെ ഈ രീതിയിൽ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു പരിഗണനയുടെ അകത്തു നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള വേഷവിധാനങ്ങളും, അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇഴചേർന്നുകൊണ്ടുള്ള ഡാൻസിൻ്റെ രൂപങ്ങളും രീതികളും ഒക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആശങ്ക സ്വാഭാവികമായി മതനേതാക്കൾ എന്ന നിലയിൽ, മതവിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ അങ്ങനെ ഒരു ആശങ്ക ഉയർത്തിയിട്ടുള്ളത്. ആ ആശങ്ക ദൂരീകരിക്കുന്നതോടൊപ്പം ഈ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ അധ്യാപക സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളോട് ഒക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അവരോട് ഇന്ന വേഷവിധാനത്തിൽ നിങ്ങൾ ഇപ്പോൾ തിരുവാതിര കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് പോട്ടെ, തിരുവാതിര ഒരു അനുഷ്ഠാന കല എന്ന നിലയ്ക്ക് ആ വാക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭരതനാട്യം കളിക്കുന്ന പോലെ, മോഹിനിയാട്ടം കളിക്കുന്ന പോലെ ഡ്രസ്സ് ഇട്ടൊന്നും ഇവരാരും സൂംബ പ്രാക്ടീസ് ചെയ്യില്ല. പക്ഷേ ആ ഡ്രസ്സ് ഇട്ട്, ആ വീഡിയോയിൽ അയച്ചിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത് പരിശീലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടേ എന്നുള്ളൂ. പിന്നെ ഇനി ആശയം പാശ്ചാത്യമായതിൻ്റെ പേരിലാണ് എങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ അപകടകരമായ അവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ തന്നെയുള്ള നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നവരുടേതാണ് കേട്ടോ, നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ സംസ്കാരത്തോടും ആശയത്തോടും വിശ്വാസത്തോടും ചേർന്ന് നിൽക്കുന്ന, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന വിശ്വാസങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന ആചാരങ്ങൾ, എന്ന നിലയ്ക്ക് തള്ളിപ്പറയുന്ന അവകാശങ്ങൾ, നിങ്ങൾക്ക് എപ്പോഴാണ് മറ്റ് ആശയങ്ങളെക്കുറിച്ച്, അതായത് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവരും അംഗീകരിക്കാത്ത, പലരും അംഗീകരിക്കാത്ത ആശയങ്ങളോട് വൈമുഖ്യം തോന്നി തുടങ്ങിയത്? നിങ്ങൾ ആരുടെ കുഴിയാണ് വെട്ടുന്നത്? പാശ്ചാത്യമായി എന്നതുകൊണ്ട് മാത്രം അതിനെ അന്ധമായി എതിർക്കണമെന്നോ തള്ളിക്കളയണമെന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് അപകടകരമാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന സ്വാഭാവികമായ ആശങ്ക ഉയരുന്നത്. ആ ആശങ്ക പ്രകടിപ്പിക്കാനുള്ള ഉണ്ടോ എന്ന ആശങ്കയാണ് ഉന്നയിക്കുന്നത്. ശരി, അല്ല ഉന്നയിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗവേഷണങ്ങൾ, നേരത്തെ പറഞ്ഞ ചർച്ചകൾ, നേരത്തെ പറഞ്ഞ ജനാധിപത്യപരമായ രീതി, ഇത് നടപ്പിലാക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരവോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോ പുറത്തു വരുന്നത് ഇതുവരെ പോലും ക്ഷമിക്കാൻ കഴിയാത്ത അസഹിഷ്ണുത, ഈ വാക്കുകളൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം എന്ന് ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുന്നു, വളരെ വിനയപൂർവ്വം. ശ്രീ ജാബിർ ഹുസൈൻ, സർക്കുലർ വന്നു കഴിഞ്ഞു, അത് നടപ്പിലായി കഴിഞ്ഞല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പാഠ്യവിഷയമായി പഠിപ്പിക്കണമെന്ന് സർക്കുലർ അല്ല വന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതൊന്ന് പരിശീലിപ്പിക്കണം, അതുതന്നെ വേണമെന്ന് നിർബന്ധമില്ല. എങ്ങനെ നടപ്പിലാക്കണമെന്നില്ല. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ യൂണിഫോം ധരിച്ച് അവനവന്റെ മതവിശ്വാസവുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തോടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള, വിശ്വാസം അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടു. അങ്ങനെയും നടപ്പിലാക്കാം. ഇതിങ്ങനെയല്ല. അയച്ചു കൊടുക്കപ്പെട്ട വീഡിയോ എങ്ങനെയാണ് ഇത്തരം താല്പര്യമുള്ള ആളുകൾക്ക് കൈവശത്തേക്ക് എത്തിയതെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. അതനുസരിച്ച് മാത്രമേ നടപ്പിലാക്കുകയുള്ളെന്ന് മുൻകൂർ ധാരണ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള അസഹിഷ്ണുത ഉണ്ടാവുകയും ചെയ്തത് എങ്ങനെയാണെന്നൊരു ആശങ്ക ഞാൻ മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ.